നമസ്കാരം. എൻ്റെ പേര് അരുൺ. നമ്മുടെ നാട്ടിൽ നിന്നും അയർലൻഡിൽ വന്നതിന് ശേഷം നമുക്ക് അത്യാവശ്യമായി വേണ്ട ഒരു സംഭവമാണ് ഐറിഷ് ഡ്രൈവിംഗ് ലൈസൻസ്. അപ്പോൾ ഒരു ഐറിഷ് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കേണ്ടത് എങ്ങനെയാണ് എന്നുള്ള അതിൻ്റെ നടപടിക്രമങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. അപ്പോൾ നാട്ടിൽ നിന്ന് പറ്റുന്ന ഒരാൾക്ക് നാട്ടിൽ ഡ്രൈവിംഗ് ലൈസൻസ് വെച്ചിട്ട് നമുക്ക് ഇവിടെ 1 വർഷം വരെ വണ്ടി ഓടിക്കാവുന്നതാണ്. അപ്പോൾ 1 വർഷത്തിനുള്ളിൽ നമ്മൾ ഐറിഷ് ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിരിക്കണം. അപ്പോൾ ഐറിഷ് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ വേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ട നടപടി എന്ന് പറയുന്നത് ഒരു തിയറി ടെസ്റ്റിന് ബുക്ക് ചെയ്യുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ NDLS എന്ന് പറയുന്ന വെബ്സൈറ്റിൽ, അതായത് നാട്ടിലെ RTO പോലുള്ള ഇവിടെയുള്ള വെബ്സൈറ്റാണ് NDLS, നാഷണൽ ഡ്രൈവിംഗ് ലൈസൻസ് സർവീസ് എന്ന് പറയുന്ന NDLSൻ്റെ വെബ്സൈറ്റിൽ കയറുക, ഒരു തിയറി ടെസ്റ്റിന് വേണ്ടി ബുക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് വേണ്ടത് ഒരു PPS നമ്പറാണ്. PPS നമ്പർ വെച്ചിട്ട് നമുക്ക് ടെസ്റ്റ് സ്ലോട്ട് ബുക്ക് ചെയ്യാവുന്നതാണ്. അത് നമ്മുടെ അടുത്തുള്ള ഏതെങ്കിലും ഒരു ടെസ്റ്റ് സെൻറ്ററിൽ നമുക്ക് ടെസ്റ്റ് സ്ലോട്ട് ബുക്ക് ചെയ്യാവുന്നതാണ്. അതിനുവേണ്ടി €45 ആണ് അവർ പേയ്മെൻറ്റ് ഈടാക്കുന്നത്. അതുപോലെ ടെസ്റ്റിന് ബുക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടെസ്റ്റിന് വേണ്ടി നന്നായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട് പോയെങ്കിൽ മാത്രമേ ടെസ്റ്റ് പാസ്സാവുകയുള്ളൂ. ടെസ്റ്റിന് അത് പ്രിപ്പയർ ചെയ്യേണ്ട 2-3 രീതികളുണ്ട്. ഒന്ന്, നമുക്ക് RSIയുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് അതിൽ theorytest.org.in എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ടെസ്റ്റ് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അതുകൂടാതെ പ്ലേ സ്റ്റോറിൽ ഐറിഷ് ഡ്രൈവിംഗ് NDLSൻ്റെ ടെസ്റ്റ് തിയറി ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ആപ്പുകളും കിട്ടുന്നതാണ്. അതുപോലെ പേയ്മെൻ്റ് ആയിട്ടുള്ള ആപ്പുണ്ട്. €15 പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ വെച്ച് നമുക്ക് പ്രിപ്പയർ ചെയ്യാം. ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള എനിക്ക് തോന്നിയത് ഈ ആപ്പ് വെച്ച് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതാണ്. അതുകൂടാതെ നമ്മളെ അടുത്തുള്ള ലൈബ്രറിയിൽ പോയിട്ടാണെങ്കിൽ ലൈബ്രറിയിൽ നിന്ന് CD കിട്ടുന്നതാണ്. ആ CD വെച്ച് നമുക്ക് പ്രിപ്പയർ ചെയ്യാം. അല്ലെങ്കിൽ അവിടുന്ന് ബുക്ക്ലെറ്റ് കിട്ടും, ബുക്ക്ലെറ്റ് വെച്ച് നമ്മൾ പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. ഏകദേശം 900 ക്വസ്റ്റ്യൻസ് ആണ് ഇതിലുള്ളത്. അപ്പോൾ നമ്മൾ തിയറി ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിയറി ടെസ്റ്റിൽ 45 മിനിറ്റാണ് ടെസ്റ്റ് ഉള്ളത്. ടെസ്റ്റിൽ 40 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. 40 ക്വസ്റ്റ്യനിൽ 35 എണ്ണം പാസ്സായെങ്കിൽ മാത്രമേ നമ്മൾ ടെസ്റ്റ് പാസ്സാവുകയുള്ളൂ. അതുകൊണ്ട് പ്രിപ്പറേഷൻ നന്നായിട്ട് വേണം തിയറി ടെസ്റ്റ്, എങ്കിൽ മാത്രമേ നമുക്ക് പാസ്സാകാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ ടെസ്റ്റിന് നമ്മൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ടെസ്റ്റിൽ കുറേ സിമ്പിൾസും റോഡ് സൈൻസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഈ റോഡ് സൈന് നമ്മൾ സാധാരണ നോർമൽ റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഈ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് ഓർത്തിരിക്കാൻ സാധിക്കുന്നതാണ്. അങ്ങനെ നമ്മൾ ടെസ്റ്റിന് അപ്ലൈ ചെയ്ത് ടെസ്റ്റിന് ചെല്ലുമ്പോൾ നമ്മൾ നമ്മുടെ ഒറിജിനൽ പാസ്പോർട്ട് കൊണ്ടുചെല്ലേണ്ടതാണ്. മസ്റ്റായിട്ടും ഒറിജിനൽ പാസ്പോർട്ട് അല്ലെങ്കിൽ PPS കാർഡ് കൊണ്ടുചെല്ലേണ്ടതാണ്. എങ്കിൽ മാത്രമേ അവർ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ സമ്മതിക്കുകയുള്ളൂ. അങ്ങനെ നമ്മൾ തിയറി ടെസ്റ്റ് പാസ്സായി. ഇനിയിപ്പോൾ അടുത്ത നടപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിയറി ടെസ്റ്റ് പാസ്സായതിനു ശേഷം നമ്മൾ ലേണിംഗ് ലൈസൻസിന് വേണ്ടി അപ്ലൈ ചെയ്യുകയാണ്. ലേണിംഗ് ലൈസൻസ് നമുക്ക് 2 രീതിയിൽ അപ്ലൈ ചെയ്യാം. ഒന്നുകിൽ NDLSൻ്റെ ഓഫീസിൽ ഡയറക്റ്റ് പോയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അതല്ല ഇല്ലെങ്കിൽ NDLSൻ്റെ വെബ്സൈറ്റിൽ കയറി ഓൺലൈനായിട്ട് നമുക്ക് ലേണിംഗ് ലൈസൻസിന് അപ്ലൈ ചെയ്യാം. അതിന് വേണ്ട ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത്, ഒന്ന് നമ്മുടെ PPS കാർഡിൻ്റെ സ്കാൻ ചെയ്ത കോപ്പി അല്ലെങ്കിൽ ഫോട്ടോ കോപ്പിയാണ് വേണ്ടത്. അതുപോലെ ഐറിഷ് റെസിഡൻറ്റ് പെർമിറ്റ് IRP കാർഡിൻ്റെ ഫോട്ടോ കോപ്പി, ഒരു അഡ്രസ് പ്രൂഫ്. പിന്നെ അതുകൂടാതെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് ഒരു ഐസൈറ്റ് റിപ്പോർട്ടാണ്. ഐസൈറ്റ് റിപ്പോർട്ടിന് വേണ്ടിയിട്ട് നമ്മൾ അടുത്തുള്ള ഏതെങ്കിലും ഒരു ക്ലിനിക്കിൽ പോയാൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ലേണേഴ്സ് പെർമിറ്റിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഐസൈറ്റ് റിപ്പോർട്ട് എടുത്തു തരുന്നതാണ്. ഇത്രയും ഡോക്യുമെൻറ്റ് വെച്ചിട്ട് നമുക്ക് NDLSൻ്റെ ഓഫീസിൽ ഡയറക്റ്റ് പോയോ അതല്ല എങ്കിൽ NDLSൻ്റെ വെബ്സൈറ്റിൽ കയറിയോ നമുക്ക് ലേണിംഗ്സ് പെർമിറ്റിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. അങ്ങനെ ലേണിംഗ്സ് പെർമിറ്റിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലേണിംഗ് ലൈസൻസ് വിത്തിൻ 1 വീക്ക് നമുക്ക് ബൈ പോസ്റ്റായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ അതിന് മുൻപേ തന്നെ നമുക്ക് ഒരു ഡ്രൈവിംഗ് നമ്പർ നമുക്ക് ഇമെയിലായിട്ട് അവർ അയച്ചു തരുന്നതാണ്. ഈ ഡ്രൈവേഴ്സ് നമ്പർ വെച്ചിട്ടാണ് നമുക്ക് ബാക്കി എല്ലാ നടപടികളും, നമ്മുടെ ഫുൾ ലൈസൻസ് കിട്ടുന്ന വരുന്ന എല്ലാ നടപടികളും ഈ ഡ്രൈവിംഗ് നമ്പർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് ലേണേഴ്സ് ലൈസൻസ് കിട്ടി, ഡ്രൈവർ നമ്പർ കിട്ടി. ഇനി നമ്മൾ അടുത്ത ചെയ്യേണ്ട നടപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫുൾ ഡ്രൈവിംഗ് ലൈസൻസിന് അപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ അതുപോലെ ഈ ലേണിംഗ് ലൈസൻസ് വെച്ച് കഴിഞ്ഞാൽ ഈ ലേണിംഗ് ലൈസൻസിന് 2 ഇയർ ആണ് വാലിഡിറ്റി ഉള്ളത്. പിന്നെ നമുക്കത് റിന്യൂ ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ ഈ 2 ഇയറിനുള്ളിൽ നമുക്ക് ലേണിംഗ് ലൈസൻസ് വെച്ചിട്ട് വണ്ടി ഓടിക്കാവുന്നതാണ്. അപ്പോൾ അതിന് പക്ഷേ കുറേ കണ്ടീഷൻസ് ഉണ്ട്. ഒന്ന്, L ബോർഡ് വണ്ടിയുടെ ഫ്രണ്ടിലും ബാക്കിലും ഡിസ്പ്ലേ ചെയ്യേണ്ടതാണ്. അതുകൂടാതെ ഒരു ഫുൾ ഡ്രൈവിംഗ് ലൈസൻസിന് ഉള്ള ഒരു ഡ്രൈവർ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണം. പിന്നെ നമുക്ക് മോട്ടോർ വേയിൽ ലേണിംഗ് പെർമിറ്റ് വെച്ച് വണ്ടി ഓടിക്കാൻ സാധിക്കുകയില്ല. ഇതാണ് ലേണിംഗ് ലൈസൻസിൻ്റെ റൂള്.
അതുകൂടാതെ ഇപ്പോൾ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞായിരുന്നു നാട്ടിൽ ലൈസൻസിൻ്റെ കൂടെ ഒരു പർട്ടിക്കുലേഴ്സ് എടുത്തു വരേണ്ട കാര്യം. ഈ പർട്ടിക്കുലേഴ്സ് നമുക്ക് പ്രയോജനപ്പെടുന്നത് ഈ സമയത്താണ്. അതായത് നമ്മൾ ലേണിംഗ് പെർമിറ്റ് കിട്ടിയതിന് ശേഷം നമ്മൾ ഈ ലേണിംഗ് പെർമിറ്റ് വെച്ചിട്ട് ഒരു റോഡ് ടെസ്റ്റിന് അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ റോഡ് ടെസ്റ്റിന് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് അതിന് മുൻപായിട്ട് വേണ്ടത് 12 ക്ലാസ് ഏതെങ്കിലും ഒരു ഡ്രൈവിംഗ് സ്കൂളിൽ പോയിട്ട് അത്രയും ആയിട്ടുള്ള ഡ്രൈവിംഗ് സ്കൂളിൽ പോയിട്ട് 12 ക്ലാസ് അറ്റൻഡ് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഈ പർട്ടിക്കുലേഴ്സ് ഉണ്ട് എങ്കിൽ പർട്ടിക്കുലേഴ്സും നാട്ടിലെ ഡ്രൈവിംഗ് ലൈസൻസ് 2 വർഷം പഴക്കമുള്ള നാട്ടിലെ ലൈസൻസും ആണെങ്കിൽ നമുക്ക് ഈ 12 ക്ലാസ് എന്നുള്ളത് 6 ക്ലാസ് ആയിട്ട് റെഡ്യൂസ് ചെയ്ത് കിട്ടുന്നതാണ്. അതുപോലെ ലേണിംഗ് പെർമിറ്റ് കിട്ടിയതിന് ശേഷം സാധാരണ ഒരാൾക്ക് 6 മാസത്തിന് ശേഷം മാത്രമേ നമുക്ക് ഫുൾ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ റോഡ് ടെസ്റ്റിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ പറ്റുകയുള്ളൂ. പക്ഷേ നമ്മുടെ കയ്യിൽ ഈ പർട്ടിക്കുലേഴ്സ് ഉണ്ടെങ്കിൽ ഇവിടെ ഒരു പ്രോഗ്രാം റെഡ്യൂസ്ഡ് EDT എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമുണ്ട്. അതായത് നമ്മൾ ഈ NDLSൻ്റെ ഓഫീസിൽ ചെല്ലുമ്പോൾ നമുക്കൊരു ഫോം അവിടെ നിന്ന് കിട്ടുന്നതാണ് റെഡ്യൂസ്ഡ് EDT എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ റെഡ്യൂസ്ഡ് EDT എന്ന് പറയുന്നൊരു ഫോം നമുക്ക് ഓൺലൈനായിട്ടും ഡൗൺലോഡ് ചെയ്തെടുക്കുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ആ ഫോം നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക. ആ ഫോമിൻ്റെ കൂടെ നാട്ടിലെ ഒറിജിനൽ ലൈസൻസ്, അതുപോലെ പർട്ടിക്കുലേഴ്സ്, പിന്നെ അഡ്രസ് പ്രൂഫ്, ഇത്രയും സംഭവം ഈ ഫോമിൽ തന്നെ ഒരു അഡ്രസ്സ് ഉണ്ട്. ആ അഡ്രസ്സ് റെഡ്യൂസ്ഡ് EDT എന്ന് പറയുന്ന ഈ അഡ്രസ്സിലേക്ക് അയച്ചു കൊടുക്കുകയാണെങ്കിൽ അവർ നമുക്ക് അത് അപ്രൂവ് ചെയ്ത് തിരിച്ചയച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ 12 ക്ലാസ് എന്നുള്ളത് 6 ക്ലാസ് ആയിട്ട് റെഡ്യൂസ് ചെയ്ത് കിട്ടും. അതുകൂടാതെ 6 മാസം ലേണേഴ്സ് കിട്ടി 6 മാസം വരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അതിന് മുന്നേ തന്നെ നമുക്ക് റോഡ് ടെസ്റ്റിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. അത് വളരെ പ്രയോജനപ്പെടുന്നതാണ്. കാരണം ഡ്രൈവിംഗ് സ്കൂൾ അവർ ഒരു ക്ലാസ്സിന് നമ്മുടെ കയ്യിൽ നിന്ന് ചാർജ് ചെയ്യുന്നത് ഏകദേശം 40 മുതൽ 50 യൂറോ വരെയാണ് ചാർജ് ചെയ്യുന്നത്. അപ്പോൾ 6 ക്ലാസ് നമുക്ക് റെഡ്യൂസ് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ക്യാഷിൻ്റെ നല്ല വ്യത്യാസം വരുന്നതാണ്. അത് ഇത്രയും കഴിഞ്ഞതിന് ശേഷം നമ്മൾ ക്ലാസ് കംപ്ലീറ്റ് ചെയ്യുക. ക്ലാസ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഡ്രൈവിംഗ് സ്കൂൾ അവർ തന്നെ NDLSൻ്റെ വെബ്സൈറ്റിൽ ക്ലാസ് കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞ് അപ്ലോഡ് ചെയ്യും. അതിനുശേഷമാണ് നമ്മൾ റോഡ് ടെസ്റ്റിന് അപ്ലൈ ചെയ്യുന്നത്. റോഡ് ടെസ്റ്റിന് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഉടനെ തന്നെ നമുക്ക് റോഡ് ടെസ്റ്റിനുള്ള സ്ലോട്ട് കിട്ടുകയില്ല. നല്ല വെയിറ്റിംഗ് ഉണ്ട്. ഏകദേശം 5 മുതൽ 6 മാസം വരെ നമ്മൾ റോഡ് ടെസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വരും. 3-4 മാസത്തിന് ശേഷമായിരിക്കും ചിലപ്പോൾ വരുന്ന ഒരു ഇൻവിറ്റേഷൻ നമുക്ക് മെയിലിൽ വരും. ആ മെയിൽ വന്നതിന് ശേഷം നമ്മുടെ ആ ടെസ്റ്റ് സെൻറ്ററിൻ്റെ ഒരു 3-4 ഡേറ്റ് അവർ തന്നിട്ടുണ്ട്. ആ 3-4 ഡേറ്റിനുള്ളിൽ ഏതെങ്കിലും ഒരു സ്ലോട്ട് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഈ ഇൻവിറ്റേഷൻ വന്നതിന് ശേഷം ഉറപ്പായും ഈ മെയിൽ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യേണ്ടതാണ്. കാരണം ഈ സ്ലോട്ട് ഈ ഇൻവിറ്റേഷൻ വന്നതിന് ശേഷം 1 വീക്കിനുള്ളിൽ നമ്മൾ ഇൻവിറ്റേഷൻ യൂസ് ചെയ്തില്ല എങ്കിൽ ഇത് ലാപ്സായിട്ട് പോകുന്നതാണ്. വീണ്ടും നമ്മൾ 3 മാസം വരെ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നതാണ്. അങ്ങനെ നമ്മൾ സ്ലോട്ട് ബുക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത് നമ്മുടെ റോഡ് ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ളതാണ്. നമ്മുടെ ഫൈനൽ ആണ് റോഡ് ടെസ്റ്റ്. അപ്പോൾ അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ടതാണ്. അതിനു വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ വിശദമായിട്ട് ചെയ്യുന്നുണ്ട്. ഓൺ ഗ്രൗണ്ടിൽ പോയിട്ട് ഞാനിപ്പോൾ കിൽഡെയർ കൗണ്ടിയിലാണുള്ളത്. കിൽഡെയറിൽ നേഴ്സ് എന്ന് പറഞ്ഞ ഒരു ടെസ്റ്റ് സെൻറ്ററിലാണ് ഞാൻ ടെസ്റ്റ് എടുത്തത്. ആ ലൊക്കേഷനിൽ പോയിട്ട് ഞാനവിടെ ഓൺ ഗ്രൗണ്ടിൽ എന്താണ് അവർ ഒരു എക്സാമിനർ നമ്മുടെ നിന്ന് പ്രതീക്ഷിക്കുന്നത്, എന്താണ് അവർ ചെക്ക് ചെയ്യുന്നത് എന്നുള്ളത് ഒരു വിശദമായൊരു വീഡിയോ ചെയ്ത് തരുന്നതാണ്. കാരണം നാട്ടിൽ വണ്ടി ഓടിച്ചിട്ട് വന്ന ഒരാൾക്ക് ഇവിടെ ടെസ്റ്റ് ഒത്തിരി ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ നാട്ടിൽ ഓടിക്കുന്ന ഒരു രീതിയല്ല അവർക്ക് വേണ്ടത്. അപ്പോൾ അവർ അത് എന്താണെന്നുള്ളത് ഞാൻ വിശദമായിട്ട് തന്നെ ഒരു വീഡിയോ ചെയ്ത് തരുന്നതാണ് റോഡ് ടെസ്റ്റിനെ പറ്റിയുള്ളത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.